ഫ്രമിലി മൈ ലവീസ്, വെൽക്കം ബാക്ക്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും വരെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ആ ടൗണിനെ നമ്മൾ പരിചയപ്പെട്ടു. വന്നുപെട്ടാൽ തിരിച്ചു പോകാൻ കഴിയാത്ത ആ ടൗണിലേക്ക് ഒരു വലിയ ബസ് നിറയെ ആൾക്കാർ വന്നിരുന്ന ഒരു എപ്പിക് പോയിന്റിലായിരുന്നു നമ്മൾ ആദ്യ സീസൺ അവസാനിപ്പിച്ചത്. അപ്പോൾ എന്നാ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ജമ്പ് ഇൻ ടു സീസൺ 2 then. ഫാറവേ ട്രീ വഴി ഒരു ഇടുങ്ങിയ കിണറിൽ പെട്ടുപോയ ബോയ്ഡ്. ആ കിണറിനുള്ള ശ്വാസം മുട്ടിക്കുന്ന ആഴത്തിൽ നിന്ന് ബോയ്ഡ് അറിയാതെ അവശനായി മയങ്ങിപ്പോകുന്നു. ആ മയക്കത്തിൽ അയാൾ കണ്ടൊരു ദുസ്വപ്നം. ആ വിജനമായ ടൗണിലൂടെ മണിയും മുഴക്കി നടക്കെ പെട്ടെന്ന് കൈകളിൽ വിറയൽ. പാർക്കിൻസൺസിൻ്റെ പേടിയാണ്. അത് അസഹനീയമായ വിധം കൂടി നിൽക്കെ കനത്ത മഴ പെയ്തിറങ്ങാൻ തുടങ്ങി. ആ തണുത്ത മഴത്തുള്ളികൾ ശരീരത്തിൽ പതിക്കുന്നതും ബോയ്ഡ് ഞെട്ടിപ്പെടുന്ന് എണീക്കുന്നു. പെരുമഴയത്തിൽ നിന്ന് ഫാറവേ ട്രീയിൽ കയറി എത്തിയതിൻ്റെ ആ എഫക്റ്റിൽ ഇങ്ങനൊരു സ്വപ്നം കണ്ട് കണ്ണു തുറന്നപ്പോൾ താൻ ഇപ്പോഴും ആ ഇരുണ്ട കിണറിനുള്ളിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം മുഴങ്ങുന്നത് കേട്ട് ബോയ്ഡ് പേടിച്ചുപോയി. ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും അങ്ങനെ നിൽക്കെ മുകളിൽ നിന്ന് ആരോ ഒരാൾ താഴേക്ക് ഒരു കയറിട്ട് കൊടുത്തു. ആ കയറിൽ മുറുക്കി പിടിച്ച് സർവ്വശക്തിയും സംഭരിച്ച് ബോയ്ഡ് ആ കിണറിന് പുറത്തേക്ക് ഇഴഞ്ഞു കയറിയപ്പോൾ അതേസമയം നഗരത്തിലെ ഡൈനറിന് മുന്നിൽ യാത്രക്കാർ നിറഞ്ഞു വന്നിരുന്ന ആ ബസ്. ടൗണിൻ്റെ ഭീകരതയെക്കുറിച്ച് അറിയാത്ത അവർ അവിടേക്ക് കടക്കുമ്പോൾ ബസ്സിലുണ്ടായിരുന്ന നല്ല സുന്ദരം കണ്ണുകളുള്ളൊരു ചെറുക്കൻ എൽജിൻ. അവൻ ഈ ടൗണിൻ്റെ ചുറ്റുപാടൊക്കെ കാണുന്നതും വലിയ വിപ്രാളമായി. അവൻ്റെ ഒരു ദുസ്വപ്നത്തിൽ കണ്ട ഭീകരമായ അതേ സ്ഥലമാണ് എന്ന് പറഞ്ഞായിരുന്നു അവൻ പരിഭ്രാന്തപ്പെട്ടത്. എന്നാൽ കൂടുതലുള്ളവരാരും അത് കൂട്ടാക്കാതെ നിന്നൊടുവിൽ അവൻ ആ പേടി കാരണം ആകെ തളർന്നുപോയി. ഇതിനിടയിൽ റേഡിയോയിലൂടെ ലഭിച്ച ഒരു സന്ദേശം ജിമ്മിനെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കി. തൻ്റെ ഭാര്യ തബീത്ത വീടിന് താഴെ മണ്ണ് കുഴിക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു അത്. ജിം വേഗം വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകവും. ബേസ്മെൻറ്റിലെ കുഴി വിണ്ടുകയറി ഒരു വലിയ ഗർത്തമായും കിടക്കുന്നു. തബീത്തെ അവിടെ ഒന്നും കാണാനുമില്ല. കുറേ പലകളൊക്കെ മൂടിക്കിടക്കുന്ന കണ്ട് കുഴിയിലേക്ക് ഇറങ്ങാൻ ജിം വേഗത്തിൽ മണ്ണും അവശിഷ്ടങ്ങളും തടിയുമൊക്കെ നീക്കം ചെയ്യാൻ തുടങ്ങി. ടോമും അയാൾക്കൊപ്പം സഹായിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ബാറിൽ കണ്ട ആ നടത്തിപ്പുകാരനാണ് ടോം. പക്ഷെ സംഭവിച്ചതാകട്ടെ, പലകൾ നീക്കുന്നതിനിടെ അവിചാരിതമായി ആ വീട് പൂർണ്ണമായും തകർന്നു വീണു. ജിമ്മും ടോമും ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. ഇന്നേരം തബീത്തയുടെ കാര്യം നോക്കിയാൽ സേഫ് അല്ലെങ്കിലും അവൾ വിക്ടറിനൊപ്പം ആ നിഗൂഢ ടണലിലൂടെ അവനെ പിന്തുടരുകയായിരുന്നു. രാത്രിയിൽ വരുന്ന മോൺസ്റ്റേഴ്സിൻ്റെ പകൽ സമയത്തെ വിശ്രമ കേന്ദ്രമാണ് ഈ ടണലെന്ന് വിക്ടറിന് ആ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. ഒപ്പം പുറത്തേക്ക് എത്തിപ്പെടാനുള്ള വഴിയും അവൻ അറിയാമായിരുന്നു. തബീത്തയ്ക്ക് ഒരു കർശന നിർദ്ദേശം നൽകി: ശബ്ദമുണ്ടാക്കരുത്. കാരണം മോൺസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ യഥാർത്ഥ പൈശാചി രൂപത്തിൽ അവിടെ മയങ്ങിക്കിടക്കുന്ന കണ്ട് ശ്വാസം മടക്കി പിടിച്ച് അവർ മുന്നോട്ട് നീങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ ആ രാക്ഷസന്മാർ ഉണർന്നു. പിന്നീട് നടന്നത് ശ്വാസം നിലയ്ക്കുന്നൊരു ഓട്ടമായിരുന്നു. ആ മോൺസ്റ്റേഴ്സ് അവരെ വേട്ടയാടാൻ തുടങ്ങി. തലനാരിഴയ്ക്കാണ് അവരവിടെയുള്ള കാട്ടിലേക്കുള്ള ഒരു വഴിയിലൂടെ പുറത്തെത്തിയത്. അങ്ങനെ അവർ തൽക്കാലം രക്ഷപ്പെട്ടു. ടൗണിൽ ബസ്സിൽ യാത്രക്കാരെ സഹായിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് ശാന്തമാക്കാനും എത്തിയായിരുന്നു ക്രിസ്റ്റി. അവിടെ വെച്ച് അവൾ അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടു. മരിയൽ ഒരു പീഡിയാട്രിക് നേഴ്സായിരുന്നു. അവർ പരസ്പരം തിരിച്ചറിഞ്ഞ നിമിഷം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ സംഭവം എന്താ, ഈ ക്രിസ്റ്റിയുടെ പങ്കാളിയായിരുന്നു അത്. ടൗണിൽപ്പെട്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കഴിയെ തൻ്റെ പാർട്ണറിനെ കണ്ടുമുട്ടിയ ആ സന്തോഷം അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇത് ദൂരെ നിന്ന് നോക്കുന്ന കെന്നിയുടെ ഉള്ളിൽ പലവിധ വികാരങ്ങൾ തിരതല്ലി. കാരണം അവന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ക്രിസ്റ്റിയോട് കെന്നിക്ക് പ്രണയമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ സന്ദേശം മെരിയലിൻ്റെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ കെന്നി സ്വന്തം സ്നേഹം ഉള്ളിലൊതുക്കി അംഗീകരിക്കാൻ തീരുമാനിച്ചു. തകർന്ന് വീട്ടിനുള്ളിലായി കുടുങ്ങിപ്പോയ ജിമ്മിനും ടോമിനും ഏറ്റവും വലിയ വെല്ലുവിളി ആ രാത്രി തരണം ചെയ്യുക എന്നതായിരുന്നു. ഒരു ചെറിയ ശബ്ദം പോലും മോൺസ്റ്റേഴ്സിനെ ആകർഷിക്കും. അവർ നിശബ്ദരായി ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും പുറത്തുണ്ടായിരുന്ന രാക്ഷസന്മാർ ടോമിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ക്രൂരമായ ആക്രമണത്തിൽ ടോം കൊല്ലപ്പെട്ടു. എന്നാൽ ഇവർക്കൊപ്പം കുടുങ്ങിയവരിൽ പുതിയ ബസ്സിൽ വന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ ഇതിന് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു, അവശിഷ്ടങ്ങൾ വീണ രക്ഷാതം ഏറ്റിട്ട്. എന്തായാലും പക്ഷേ ഭാഗ്യം കൊണ്ട് ജിം മോൺസ്റ്റേഴ്സിൻ്റെ കണ്ണിൽപ്പെട്ടില്ല. അങ്ങനെ ആ ഭീകരമായ രാത്രി അയാൾ അവശിഷ്ടങ്ങൾക്കിടയിലെ അതിജീവിച്ചത് ഒരു മഹാഭാഗ്യമായിരുന്നു. കിണറ്റിൽ നിന്ന് വലിഞ്ഞു കയറി ബോയ്ഡ് എത്തിയത് ഒരു പഴയ തടവറ ഡഞ്ചൻ പോലുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ മാർട്ടിൻ എന്ന തളർന്ന അവശനായി അസ്ഥിപഞ്ചിരമായി നിൽക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. വർഷങ്ങളേറെയായി താൻ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്ന ഈ നരകയാതന അവസാനിപ്പിക്കാൻ തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് മാർട്ടിൻ ബോയ്ഡിനോട് അപേക്ഷിച്ചു. എന്നാൽ ബോയ്ഡ് അതിന് തയ്യാറായില്ല. മാർട്ടിനെ രക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഇവിടെ ബോയ്ഡിനെ അതിശയിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ആബി ഇയാൾക്കറിയാം, അതെങ്ങനെയാണെന്നൊരു പിടിയുമില്ല. മറ്റൊന്ന്, ഇയാളൊരു മറീനായിരുന്നു. നാവികസേനയിൽ പ്രവർത്തിച്ചിരുന്ന അയാൾ ആബിയും മറീനായിരുന്നു. എന്തായാലും ബോയ്ഡ് മാർട്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മ്യൂസിക് ബോക്സിൻ്റെ ഈണം കേട്ടു തുടങ്ങി. ആ മ്യൂസിക് കേട്ടതോടെ മാർട്ടിൻ ആകെ പരിഭ്രാന്തിയിലായി. സംഗീതം നിൽക്കുന്നതിന് മുമ്പ് ഇവിടെ വിട്ടു പോകാൻ അയാൾ ബോയ്ഡിനോട് നിലവിളിച്ചു പറഞ്ഞു. ആ വെപ്രാളത്തിൽ പെട്ടെന്ന് മാർട്ടിൻ ബോയ്ഡിൻ്റെ കയ്യിൽ അയാളുടെ കൂർത്തത കൊണ്ട് ആഴത്തിൽ മാന്തി ഒരു മുറിവുണ്ടാക്കിയ ശേഷം മാർട്ടിൻ്റെ ചങ്ങല കൊണ്ട് വ്രണപ്പെട്ട കൈ അതിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു: എൻ്റെ രക്തം ഇനി നിന്റെ രക്തമാണ്. മൈ ബ്ലഡ് ഈസ് യുവർ ബ്ലഡ് നൗ. ഇങ്ങനെ ചെയ്തപ്പോൾ വികൃതമായൊരു കാര്യം സംഭവിച്ചു. ആളുടെ കൈക്കുള്ളിലായി ഒരുതരം വിരയെപ്പോലെ എഴിഞ്ഞു നടക്കുന്ന എന്തോ ഒരു സംഭവം ബോയ്ഡിൻ്റെ കൈക്കുള്ളിലേക്ക് കയറിക്കൂടി.
വൈകാതെ തന്നെ മാർട്ടിൻ മരണത്തിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. പിന്നെ ഒരു നിമിഷം നിൽക്കാതെ തീപ്പന്തവും എടുത്ത് അവിടെ കണ്ട വാതിലൂടെ കതക് തുറന്ന് പുറത്തേക്ക് കിടന്ന ബോയ്ഡ് അമ്പരന്ന് പോയി. നോക്കുമ്പോൾ കാടിന് നടുവിൽ. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ തടവറ ഒന്നും കണ്ടില്ല. മറിച്ച് വെറും തകർന്നടിഞ്ഞ കുറേ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു. റൂയിൻസ്. ഫാറവേ ട്രീയിൽ കയറിയ പോലെ വിചിത്രമായി സംഭവിച്ചൊരു സംഭവമായിരുന്നു തടവറയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ കാടിനുള്ളിലെ ഏതോ റൂയിൻസിനടുത്തായി നിൽക്കേണ്ടി വന്നത്. എന്നാൽ മനസ്സിലാവാഞ്ഞ മറ്റൊരു കാര്യം ബോയ്ഡിനെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കയറിട്ട് കൊടുത്തത് ആരായിരുന്നു എന്നാണ്. മാർട്ടിനാണേൽ ചങ്ങല കെട്ടി ചലിക്കാൻ പറ്റാതെ നിന്നതാണ്. അപ്പോൾ അവിടെ വേറെ ആരോ ഉണ്ടായിരുന്നു. ആരാണത്? നമുക്ക് അടുത്ത സീസണിൽ അറിയാം. ബോയ്ഡ് എന്തായാലും അവിടുന്ന് ആവശ്യത്തിൽ നടക്കവേ മോൺസ്റ്ററുകൾ ദൂരെ അലയുന്നതായി കണ്ട് ശ്വാസമടക്കി ഒരു മരത്തിൽ ചാരി മറഞ്ഞു നിൽക്കെ അപ്രതീക്ഷിതമായി അവിടെ ഒരു നായ പ്രത്യക്ഷപ്പെട്ടു. മുമ്പൊരിക്കൽ ടാലിസ്മാൻ കണ്ടുപിടിച്ചതും ഇങ്ങനൊരു നായ മുന്നിൽ വന്നങ്ങനെ അതിനെ പിന്തുടർന്ന് പോയപ്പോഴായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ നായ പിന്തുടർന്ന് കാട്ടിലൂടെ നടന്ന ബോയ്ഡ് ഒടുവിൽ ഒരു പഴയ ട്രെയിലർ വാഹനം കണ്ടെത്തി. അത് തുറന്ന് കയറുന്നതും ഒരു ട്വിസ്റ്റ്. അതിൽ വിക്ടറും തബീതയും ഉണ്ടായിരുന്നു. അവർ ടണലിൽ നിന്ന് പുറത്തേക്കിറങ്ങി കാട്ടിലെത്തിയപ്പോൾ രാത്രി കഴിച്ചു കൂട്ടാൻ കണ്ടെത്തിയ സ്ഥലം ഇതായിരുന്നു. ടാലിസ്മാനുമായി ബോയ്ഡ് എത്തിയത് അവർക്കൊരാശ്വാസമായിരുന്നു. ഈ ട്രെയിലർ വാഹനം എന്നുള്ളത് വിക്ടറിൻ്റെ കാട്ടിലെ ഒരു രഹസ്യ സങ്കേതം കൂടിയായിരുന്നു. വാഹനം അങ്ങനെ ഇവിടെ എത്തി എന്നത് നിഗൂഢതയാണ്. പക്ഷേ കാലാകാലങ്ങളായി ഇവിടെയുള്ള വിക്ടറിന് പ്രദേശത്തിനെ മുക്കും മൂലയും അറിയാമെന്ന് ഒന്നുകൂടി തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണത്. പിറ്റേന്ന് രാവിലെ ആയതോടെ അവർ ടൗണിലേക്ക് തിരികാൻ തീരുമാനിച്ചു. ആ നേരത്താണ് ബോയ്ഡിൻ്റെ കയ്യിൽ എന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അയാൾ നോക്കിയപ്പോൾ തൻ്റെ തൊലിക്കടിയിലൂടെ വിരകൾ പോലെ എന്തോ ഇഴയുന്നത് കണ്ട് ഞെട്ടിപ്പോയി. മാർട്ടിൻ്റെ രക്തത്തിൽ കഴിഞ്ഞ രാത്രി കണ്ട എന്തോ ഒരു ഇൻഫെക്ഷൻ തൻ്റെ ശരീരത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അയാൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. വിക്ടറും ഇത് ശ്രദ്ധിച്ചു. രണ്ടുപേരുടെ ജീവൻ പൊലിഞ്ഞ ഭീകരമായ രാത്രിക്ക് ശേഷം തകർന്നു വീണ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ജിമ്മിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ആ മരണക്കടിയിൽ നിന്നും ജീവനോടെ പുറത്തു വന്ന ജിമ്മിനെ ക്രിസ്റ്റി ഉടൻ തന്നെ പരിശോധിച്ച് ചികിത്സ നൽകുകയും ചെയ്തപ്പോൾ ഏറ്റവും വലിയ ആശ്വാസം തബീത്തെ കുഴപ്പമൊന്നും കൂടാതെ വീണ്ടും കണ്ടുമുട്ടിയതായിരുന്നു. അന്ന് വൈകി കെന്നി കാട്രിയുടെ വാസസ്ഥലമായിരുന്ന പള്ളിയിലെ ചാപ്പലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ബേസ്മെന്റിൽ നിന്നും എന്തോ ഒരു നേർത്ത ശബ്ദം കേട്ട് ജാഗരൂകനായി തോക്കുമുയർത്തി ചെന്ന കെന്നി അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. സേറ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവൾ ജീവനോടെ ഉണ്ടെന്ന കാര്യം കെന്നി അറിഞ്ഞിരുന്നേയില്ല. അന്ന് സഹോദരനെ അബദ്ധവശാൽ കൊന്ന ശേഷം കാട്ടിലേക്ക് ഓടിയ സേറ മോൺസ്റ്ററിൻ്റെ കയ്യിൽപ്പെട്ട് തീർന്നെന്നാണ് കെന്നി കരുതിയിരുന്നത്. ഇപ്പോൾ സാറെ കണ്ടതോടെ ഇക്കാര്യം ബോയ്ഡിനെ അറിയിച്ചു. അങ്ങനെ ബോയ്ഡ് എത്തി കെന്നിയെ മാറ്റി നിർത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സേറ ബോയ്ഡിനെ ഫാറവേ ട്രീയിലേക്ക് കയറ്റിയതിൻ്റെ പിറകെ തന്നെ കയറിയതാണ്. പക്ഷെ അവൾ എത്തിപ്പെട്ടത് ഈ പള്ളിയുടെ ബേസ്മെന്റിലേക്കായിരുന്നു. എന്തായാലും സേറയുടെ കാര്യം മറ്റുള്ളവരാരും തൽക്കാലത്തേക്ക് അറിയേണ്ടെന്ന് കെന്നിയെ ഏൽപ്പിച്ച് ബോയ്ഡ് നിൽക്കവേ വീണ്ടും പാർക്കിൻസൺസിൻ്റെ ലക്ഷണം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നു തുടങ്ങുകയാണ്. ക്രിസ്റ്റിയെ കണ്ട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചങ്ങനെ മുന്നേ തൻ്റെ ഭാര്യയുടെ വിഷനൊക്കെ കണ്ട് മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന അയാളുടെ ആശങ്ക കണ്ട് ക്രിസ്റ്റി ആശ്വസിപ്പിച്ചു. പാർക്കിൻസൺസ് രോഗികൾ ബുദ്ധിഭ്രമം സംഭവിക്കുന്നത് വളരെ കുറവാണെന്നും അത് രോഗത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ അവൾ പറഞ്ഞു. പരിശോധനയ്ക്കിടയിൽ ബോയ്ഡിൻ്റെ ശരീരത്തിലെ മുറിവ് കണ്ടതിനെ തുടർന്ന് ക്രിസ്റ്റിയോട് ആ തടവറയിൽ നടന്ന കാര്യങ്ങളും തൻ്റെ രക്തത്തിൽ ഇപ്പോൾ എന്തോ അന്യായമായ ഇൻഫെക്ഷൻ ഉണ്ടെന്നും വെളിപ്പെടുത്തി. ബസ്സിൽ വന്നവർ കുറച്ചൊക്കെ ഗൗരവം കാട്ടാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച് മോൺസ്റ്ററിൻ്റെ വായിൽ പെട്ടെങ്കിലും മറ്റു പലരും സ്ഥലവുമായി അഡാപ്റ്റ് ചെയ്ത് തങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കോളനി ഹൗസിലേക്ക് പുതിയ വന്ന ആളുകളിൽ ഒരാളായിരുന്നു റാൻഡൽ. തുടക്കം മുതൽക്കേ അവനെല്ലാവരോടും കലഹിക്കുകയും അച്ചടക്കമില്ലാതെ പെരുമാറുകയും ചെയ്തു. അവൻ്റെ മോശ സ്വഭാവം സഹിക്കവയ്യാതെ കോളനി ഹൗസിൻ്റെ ചുമതലയുള്ള ഡോണ റാൻഡലിനെ അവിടെ നിന്നും പുറത്താക്കി. ഒടുവിൽ അവൻ വന്ന ബസ്സിൽ തന്നെ താമസിക്കാൻ നിർബന്ധിതനായി. ഒരു ടാലിസ്മാനും ഡോണ അവന് കൊടുത്തു. ഇതിനിടയിൽ സാറയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കെന്നിക്ക് മുന്നിൽ അവൾ ആ സത്യം തുറന്നു പറഞ്ഞു. അത് കെന്നിയെ തകർത്തും കളഞ്ഞു. കെന്നിയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം താനാണെന്ന് സേറ സമ്മതിച്ചു. അന്ന് ക്ലിനിക്കിൻ്റെ വാതിൽ തുറന്ന് മോൺസ്റ്റേഴ്സിനായി തുറന്നു കൊടുത്തത് അവളായിരുന്നില്ലേ? എന്നാൽ തൻ്റെ അച്ഛനെ കൊന്ന് അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും ബോയ്ഡ് ആരോടും പറയാതെ അവളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കിയ കെന്നിക്ക് അത് ഉൾക്കൊള്ളാനായില്ല. വിശ്വാസവഞ്ചന നേരിട്ടതായി തോന്നിയ കെന്നി ബോയ്ഡുമായി വലിയൊരു വഴക്കിൽ ഏർപ്പെടുകയും തൻ്റെ ഡെപ്യൂട്ടി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അന്ന് ടണലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തബീത്തയ്ക്ക് ഒരു സ്വപ്നം ആവർത്തിച്ച് വന്നുകൊണ്ടേയിരുന്നു. ഒരു വലിയ ലൈറ്റ് ഹൗസിൻ്റെ പടികൾ ഓടിക്കയറുന്ന പോലെയായിരുന്നു ആ സ്വപ്നം. ഇതിന് ആ ടണലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ അവൾ വീണ്ടും കാട്ടിലെ ആ ഗുഹയുടെ കവാടത്തിലേക്ക് പോയി. അവരോടി രക്ഷപ്പെട്ടിറങ്ങി കാട്ടിലേക്ക് വന്ന ആ കവാടം. അവിടെ വെച്ച് അവൾ കണ്ട കാഴ്ചകൾ അതിഭീകരമായിരുന്നു. വിളറി വെളുത്ത എല്ലും തോലുമായ ശരീരമുള്ള ചെറിയ കുട്ടികളുടെ പ്രേതങ്ങൾ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടികളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ചിതറക്കിടക്കുന്ന മുടിയും കണ്ടാൽ മരിക്കുന്നതിന് മുമ്പ് അവർ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു. പേടിച്ചു ഉറച്ചു നിന്ന തബീത്തയെ ആ കുട്ടികൾ വളഞ്ഞു. അവർ തങ്ങളുടെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തബീത്തയെ സ്പർശിക്കുകയും ആങ്കുയി എന്ന നിഗൂഢമായ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവരെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്തായാലും ഇതൊരു തോന്നലല്ല എന്ന് തബീത്തയ്ക്ക് വ്യക്തമായിരുന്നു. ക്രിസ്റ്റിയും മരിയലും തമ്മിലുള്ള പ്രണയം വീണ്ടും തളർത്ത് അവരൊരുമിച്ച് ക്ലിനിക്കിൽ താമസമാക്കിയെങ്കിലും അവിടെ ഒരു കഴിനിഴൽ വീണു. മരിയലിൻ്റെ ബാഗിൽ ഒരു ഹെയർ ക്ലിപ്പ് തിരഞ്ഞ ക്രിസ്റ്റി അബദ്ധത്തിൽ ഒരു റീഹാബ് ബ്രൗഷർ കണ്ടെത്തി. ഇതിലൂടെ മരിയൽ വീണ്ടും ഡ്രഗ് അഡിക്ഷനിൽ അകപ്പെട്ടിരുന്നതായും ചികിത്സയ്ക്കായി പോകുന്ന വഴിക്കാണ് ഈ നഗരത്തിലെത്തിയതെന്നും ക്രിസ്റ്റിക്ക് മനസ്സിലായി. ഇതവർക്കിടയിൽ വലിയ തർക്കത്തിന് കാരണമായി. ക്ലിനിക്കിലെ ചില മരുന്നുകൾ ഇതിനിടയ്ക്ക് കാണാതെ പോയത് അപ്പം മരിയൽ ഉപയോഗിക്കുന്നതാണെന്ന് ബോധ്യമായി ക്രിസ്റ്റി ക്ലിനിക്കിലെ മെഡിക്കൽ സ്റ്റോറേജ് സ്പേസ് പൂട്ടിയിട്ടു.
കോളനി ഹൗസിൽ വെച്ച് ഇതിനിടെ വലിയൊരു അനിഷ്ടം സംഭവിച്ചു. അവിടുത്തെ പഴയ താമസക്കാരനായ ഡെയിൽ മദ്യലഹരിയിൽ പുതിയ ആളുകളുമായി വഴക്കുണ്ടാക്കുകയും കത്തിയുമായി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച എല്ലിസിനെ ഡെയിൽ തള്ളിമാറ്റുന്നതിനിടെ അബദ്ധവശാൽ കുത്തി. എല്ലിസിന്റെ വാരിയിലെ ഭാഗത്തായി ആഴത്തിൽ മുറിവേൽക്കുകയും നല്ലോണം ബ്ലഡ് പോയി ക്രിട്ടിക്കലാവുകയും ചെയ്തു. ഒരു കാര്യം ഓർക്കണം, ഇത് നടക്കുന്നത് രാത്രിയിലാണ്. ഇവിടെ എല്ലാവരും പകച്ചു നിൽക്കെ ഫാത്തിമയുടെ ധൈര്യവും തൻ്റെ ഇടവും കണ്ട് ആ രാത്രി വാനിലായി അവനെ ക്ലിനിക്കിലേക്ക് എത്തിച്ചു. രക്തം ഒരുപാട് നഷ്ടപ്പെട്ടതിനാൽ അടിയന്തരമായി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതുണ്ട്. എല്ലിസിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആയിരുന്നു. ആ ടൗണിൽ ഇതേ ബ്ലഡ് ഗ്രൂപ്പുള്ള വേറെ ഒരാളേ ഉള്ളൂ നിലവിൽ. അത് ബോയ്ഡാണ്. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. തൻ്റെ രക്തം ഇൻഫെക്റ്റഡ് ആണെന്ന് അറിയാമെന്ന ബോയ്ഡ് തൻ്റെ മകന് രക്തം നൽകാൻ വിസമ്മതിച്ചു. തൻ്റെ ഉള്ളിൽ ആ വിചിത്ര ജീവികൾ എല്ലിസിൻ്റെ ഉള്ളിലേക്കും കടക്കുമെന്ന് അവൻ ഭയന്നു. ഒടുവിൽ ബോയ്ഡിൻ്റെ വെപ്രാളവും മകനെ രക്ഷിക്കാനുള്ള മനസ്സും അയാളെ വലിയൊരു അപകട പ്രവൃത്തി ചെയ്യിച്ചു. ഒരു മാരക അറ്റംപ്റ്റായിരുന്നു അത്. മരണം മുന്നിൽ കണ്ടുള്ള ഇറങ്ങിത്തിരിക്കൽ. അയാൾ രാത്രിയിൽ പുറത്തേക്കിറങ്ങി മോൺസ്റ്റേഴ്സിനെ ആകർഷിച്ചു. അതിലൊരുവൻ നമുക്ക് സ്മൈലി മോൺസ്റ്റർ എന്ന് വിളിക്കാം, കാരണം അവൻ്റെ മുഖത്തെപ്പോഴും പുഞ്ചിരിയാണ്. ഈ സ്മൈലിയുടെ അടുത്തേക്ക് വിറങ്ങലിച്ച് എന്നിട്ട് സ്വന്തം കൈ ആദ്യമേ മുറിച്ച് ആ മലിന രക്തം ഒരു കത്തിയിൽ തേച്ചു. എന്നിട്ട് ആ കത്തി കൊണ്ട് മോൺസ്റ്ററിൻ്റെ കഴുത്തിൽ ഒരു മുറിവേൽപ്പിച്ചു. സാധാരണ നിലയിൽ രാക്ഷസന്മാർക്ക് ആ മുറിവൊന്നുമല്ല. എന്നാൽ ബോയ്ഡ് തൻ്റെ മുറിവേറ്റ കൈകൊണ്ട് ആ രാക്ഷസൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. പെട്ടെന്ന് ബോയ്ഡിൻ്റെ രക്തത്തിലുണ്ടായിരുന്ന ആ പാരസൈറ്റ്സ് മോൺസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞ് കയറിയതും സ്മൈലി പൊടുന്നനെ വേദന കൊണ്ട് പൊളഞ്ഞു വിറച്ചു. അവൻ നിലത്ത് വീണു. നോക്കുമ്പോൾ അനക്കമില്ല. ആ ടൗണിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു മനുഷ്യൻ മോൺസ്റ്ററെ കൊന്നിരിക്കുന്നു. ബോയ്ഡിൻ്റെ ധൈര്യം അപാരം തന്നെ. ഇതോടെ അയാളുടെ രക്തത്തിലെ അണുബാധ നീങ്ങിയതിലൂടെ വേഗം ക്ലിനിക്കിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ രക്തം എല്ലിസിന് നൽകി അവൻ്റെ ജീവൻ അനുഗ്രഹമായി തീർന്നു. എല്ലിസിൻ്റെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും കോളനി ഹൗസിൽ ഫാത്തിമ അങ്ങേയറ്റം അസ്വസ്ഥയായിരുന്നു. അവളുടെ മുഖത്തെ മ്ലാനത ശ്രദ്ധിച്ച് ഡോണ കാര്യം തിരക്കിയപ്പോഴാണ് ഫാത്തിമ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തിയത്. അവൾ ഗർഭിണിയാണ്. സാധാരണഗതിയിൽ ഇതൊരു സന്തോഷ വാർത്തയാകേണ്ടതാണ്. എന്നാൽ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നം വരുന്നു. കാരണം തനിക്കൊരിക്കലും കുട്ടികളുണ്ടാകില്ലെന്നാണ് ഡോക്ടർമാർ പണ്ട് വിധി എഴുതിയത്. വൈദ്യശാസ്ത്രപരമായി അസാധ്യമായ ഈ ഗർഭം ടൗണിലെ ഏതോ നിഗൂഢമായ ശക്തികളുടെ ഇടപെടലാണെന്ന് അവൾ ഭയപ്പെട്ടു. അതേസമയം ക്ലിനിക്കിൽ ബോയ്ഡും ക്രിസ്റ്റിയും ചേർന്ന് തങ്ങൾക്കൊന്ന് സ്മൈലി മോൺസ്റ്ററിൻ്റെ മൃതദേഹം കീറി പരിശോധിക്കാൻ തീരുമാനിച്ചു. പുറമേ മനുഷ്യനെ പോലെ തോന്നിച്ചെങ്കിലും ഉള്ളിൽ എന്താണെന്നറിയാൻ അവർക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അവർ ആ മൃതദേഹം കീറി നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. ആ രാക്ഷസൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഉണങ്ങി ചുരുങ്ങിയ നിലയിലായിരുന്നു. ശരീരത്തിൽ ഒരിറ്റു രക്തം പോലും ഉണ്ടായിരുന്നില്ല. രക്തമില്ലാത്ത ഒരു ജീവിയിലേക്ക് തൻ്റെ രക്തത്തിലെ അണുക്കളെ പടർത്തി ബോയ്ഡ് അതിനെ കൊന്നുവെന്നത് വലിയൊരു നിഗൂഢതയെ അവശേഷിച്ചു. എന്നാൽ പരിശോധനയ്ക്കിടയിൽ ഡ്രൈ ആയിരുന്നതിലും ആ രാക്ഷസൻ്റെ പിത്തസഞ്ചിയിൽ മാത്രം പിത്തരസം കണ്ടെത്തി. ഈ ഒരു ദ്രാവകം ഉപയോഗിച്ച് മറ്റു രാക്ഷസന്മാരെയും കൊല്ലാൻ സാധിക്കുമെന്ന് ബോയ്ഡ് കണക്കുകൂട്ടി. കെന്നി ഒരിക്കൽ വീട്ടിലിരിക്കെ അന്ന് അതുവരെ നിശബ്ദമായിരുന്ന അവിടുത്തെ ലാൻഡ് ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. അമ്പരപ്പോടെ ഫോണെടുത്ത കെന്നി കേട്ടത് ഒരു പുരുഷൻ്റെ പരുക്കൻ ശബ്ദമാണ്. അയാളൊരു വിചിത്രമായ കവിത ചൊല്ലിക്കൊണ്ടിരുന്നു. അവർ തൊടും, അവർ തകർക്കും, അവർ മോഷ്ടിക്കും. ദേ ടച്ച്, ദേ ബ്രേക്ക്, ദേ സ്റ്റീൽ. ആരും ഇവിടെ സ്വതന്ത്രരല്ല. ഇതാ അവർ വരുന്നു, 3 പേർക്കായി അവർ വരുന്നു. ഈ സംഗീതം നീ നിർത്തിയില്ലെങ്കിൽ. ഇത് കേട്ട് പെട്ടെന്ന് ഫോൺ വെച്ച ഉടനെ കെന്നിയുടെ ശ്രദ്ധ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു മ്യൂസിക് ബോക്സിലേക്ക് പോയി. അവിടെ നേരെ അടുക്കളയിലെത്തിയപ്പോൾ കണ്ടത് തൻ്റെ അമ്മ ഒരു വലിയ പാത്രത്തിൽ എന്തോ പുഴുങ്ങുന്നതാണ്. അടുത്തിന്ന് നോക്കിയപ്പോൾ അത് നിറയെ സിക്കാഡ പ്രാണികളായിരുന്നു. അതിലൊന്ന് തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും ചാടി കെന്നിയുടെ കയ്യിലേക്ക് വീണതും ആ വേദനയിൽ അവൻ ഞെട്ടി ഉണർന്നു. അതൊരു സ്വപ്നമായിരുന്നു. പക്ഷേ കെന്നി തൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ പ്രാണി വീണ അതേ സ്ഥലത്ത് പൊള്ളലേറ്റ പാട് കണ്ട് അവൻ സ്തംഭിച്ചു പോയി. പിന്നീട് ക്ലിനിക്കിലേക്ക് എത്തിയ കെന്നി ബോയ്ഡുമായി അവിടെ സൂക്ഷിച്ചിട്ടുള്ള മോൺസ്റ്റർ ബോഡി കാണാൻ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അടുത്ത ഞെട്ടലും. മൃതദേഹത്തിനുള്ളിൽ നിന്നും ആയിരക്കണക്കിന് സിക്കാഡ പ്രാണികൾ പുറത്തേക്ക് വന്ന് പാറി പറക്കുന്നു. കെന്നിക്കിത് കണ്ടതും വെപ്രളമായി. അവൻ ഇതുപോലുള്ള സിക്കാഡ പ്രാണികളെ സ്വപ്നം കണ്ടതായും സ്വപ്നത്തിൽ ചാടി വീണ പ്രാണിയുടെ പാട് റിയാലിറ്റിയിൽ വന്നതായും കാണിച്ചു കൊടുത്തു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ബോയ്ഡ് ഡോണയെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ എന്നാൽ ആ ബോഡിയിൽ ഒരു സിക്കാഡ പോലും ഇല്ലാതെ കിടക്കുകയായിരുന്നു. എന്തായാലും ഇനിയും ഈ ശരീരം സൂക്ഷിക്കുന്നത് സേഫ് അല്ലെന്ന് കണ്ട് ഡോണയുടെ നിർദ്ദേശപ്രകാരം അവർ ആ മൃതദേഹം ഉടൻ തന്നെ തീയിലിട്ട് നശിപ്പിച്ചു. ബസ്സിൽ കഴിയുന്ന റാൻഡൽ ഇവിടെ വന്നതെല്ലാം ഒളിച്ചു നിന്ന് വീക്ഷിക്കുകയായിരുന്നു. ഒരു മുരട്ട സ്വഭാവമുള്ള അവൻ ഇതിനിടെ ഡോണയുമായി തർക്കമായി ഒരു വാനിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു. കാരണം ഇതിനിടയ്ക്ക് റാൻഡൽ ജിമ്മുമായി സംസാരിച്ചിട്ട് ഇവരൊരു തിയറിയിലെത്തിയിരുന്നു. ഈ ടൗൺ ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉള്ളതാണെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൺട്രോളറാണ് ഡോണയെന്നും. അങ്ങനെ ജിമ്മും റാൻഡലും ഓവർനൈറ്റ് ബാച്ചിങ്ങിനൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അവൻ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയിടുന്നത്. എന്നാൽ ഇവിടെ നോക്കിയാൽ വിക്ടറും ഈദനുമായുള്ള അടുപ്പം ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് മാറുന്നുണ്ട്. അവൻ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു ജാക്കറ്റ് ഈദിന് സമ്മാനമായി നൽകുന്നതൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. ആ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ക്രയൻ ഹോൾഡർ ഈദിന് കിട്ടുന്നുണ്ട്. അത് കണ്ടതും വിക്ടറിന് അവൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് മനസ്സിൽ വന്നത്. പണ്ട് അവനിവിടെ എത്തിയ ഒരു സമയത്ത് വിക്ടറിൻ്റെ അമ്മ അവനെ ബങ്കറായി നിലവറയ്ക്കുള്ളതായി നിർത്തി ഒരു കാരണവശാലും പുറത്തു വരുമെന്ന് പറഞ്ഞു പോയി. പോകുന്നതിന് മുമ്പ് അമ്മ ഈ ക്രയൻ ഹോൾഡർ കൊടുത്ത് പറഞ്ഞത് കുറേ കുട്ടികളെ രക്ഷിക്കാനാണ് താൻ പോകുന്നതെന്നായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ പിന്നീട് തിരിച്ചു വന്നില്ല.
പിറ്റേ ദിവസം പകൽ നിലവറയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കണ്ട അതിഭീകരമായ കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ സീസണിൽ വിക്ടറിൻ്റെ ഫ്ലാഷ് ബാക്കിൽ കണ്ടത്. ഇതിനിടെ തബീത്ത വിക്ടറുമായി കൂടുതലെടുത്ത് ഒരു പ്രത്യേക വാത്സല്യം തോന്നി തുടങ്ങിയതോടെ അവളെ സഹായിക്കാമെന്നങ്ങനെ വിക്ടർ ടൗണിൻ്റെ ഒരു ഒഴിഞ്ഞ ഏരിയയിൽ അവിടേക്ക് എത്തിയവരുടെയെല്ലാം കാറുകൾ പലതും ഡംപ് ചെയ്ത ഒരു വേസ്റ്റ് ലാൻഡിലേക്ക് കൊണ്ടുപോയി. അവിടെ പല കാറുകളിലും വിക്ടറിൻ്റെ പഴയ ഡ്രോയിങ്ങുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിലെ ചില ഡ്രോയിങ്സ് എടുത്ത് തബീത്തയെ കാട്ടുമ്പോഴാണ് അവിടെ വെച്ച് മറ്റൊരു സത്യം കൂടി പുറത്തു വരുന്നത്. ആ ഡ്രോയിങ്ങുകൾ വിക്ടറിൻ്റേതല്ല, മറിച്ച് അവൻ്റെ സഹോദരി എലോയിസിൻ്റേതായിരുന്നു. അന്ന് രാത്രി അമ്മ നിലവറയിലാക്കി പോയപ്പോൾ ഈ എലോയിസും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയെ പിരിഞ്ഞു നിൽക്കാനാകാതെ പിറകെ പോയ തൻ്റെ സഹോദരിയും തനിക്ക് നഷ്ടപ്പെട്ട കാര്യം വിക്ടർ തേങ്ങലോടെ ഇവിടെ ഓർത്തെടുക്കുന്നു. ആ ഡ്രോയിങ്ങുകളിൽ ഒരെണ്ണം ഒരു വലിയ ഗോപുരത്തിൻ്റേതായിരുന്നു, ഒരു ടവറിൻ്റേത്. താബിക്ക് ഇതൊരു അതിശയമാണ്. അവൾ വിക്ടറിനോട് ഇതേക്കുറിച്ച് തിരക്കിയപ്പോൾ അന്ന് അമ്മ പോകാനിറങ്ങിയത് ഇതുപോലൊരു ടവറിലേക്കായിരുന്നു എന്ന് പറഞ്ഞു. അതിലായി കുറേ കുട്ടികൾ കുടുങ്ങി കിടപ്പുണ്ടെന്നും അവരെ രക്ഷിക്കണമെന്നും പറഞ്ഞാണ് പോയത്. തബീത്ത താൻ സ്വപ്നത്തിൽ കാണാനുള്ള ലൈറ്റ് ഹൗസ് അപ്പോൾ ഇതാണെന്ന് റിയലൈസ് ചെയ്യുന്നു. ഇന്നേരം ടൗണിൽ ഒരു പുതിയ സംഭവം. പകൽ വീട്ടിലെ ഉറങ്ങുകയായിരുന്ന ഒരു സ്ത്രീ പൊട്ടിത്തെറിച്ച് മരിച്ചിരിക്കുന്നു. അതും മോൺസ്റ്ററുകൾ എങ്ങനെ വലിച്ചു കയറുമോ അതേ നിലയിൽ. ഉറക്കത്തിനുള്ളിൽ എന്തോ കവിത ചൊല്ലിയുന്നതായും പിന്നീട് ശരീരത്തിനുള്ളിൽ നിന്നും പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നവരുടെ ഹസ്ബൻഡ് സ്തംഭിച്ചതെന്ന് പറയേ കെന്നിക്കിത് ഏറ്റവും വലിയ ഞെട്ടലാണ്. കാരണം ആ ഉറക്കത്തിൽ പാടിയ കവിതയായിരുന്നു അവൻ്റെ സ്വപ്നത്തിൽ ഫോണിലായി പാടുന്നത് കേട്ടത്. ഇന്നേ വരെ ഉണ്ടാകാത്തൊരു അപകടം കൂടി കണ്ടതോടെ എല്ലാവരും പരിഭ്രാന്തിയിലായി. ഒരു പരിഹാരം കാണും വരെ ആരും മുറുകരുന്ന് ബോയ്ഡ് ജനങ്ങളോട് നിർദ്ദേശിച്ചു. തീർച്ചയായും ജനങ്ങൾക്കെല്ലാം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് അത്. പക്ഷെ ഉറങ്ങുമ്പോഴുള്ള സ്വപ്നത്തിൽ ഏതോ അദൃശ്യമായ ശക്തി ചെയ്യുന്ന ആക്രമമായിരിക്കുമെന്ന് ബോയ്ഡ് കണക്കുകൂട്ടി. ഇന്നേരം രാത്രി ഒബ്സർവ് ചെയ്യാനായി മറ്റേ വീണ് കിടക്കുന്ന ആർവിക്കടുത്തേക്ക് ജിം റാൻഡലിനെ തിരക്കി വരുമ്പോഴാണ് അവിടെ ഡോണയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഡോണയുടെ കെട്ടടിക്കാൻ ശ്രമിച്ച് റാൻഡലുമായി തർക്കമാകുന്നതും അവൻ കയ്യാങ്കളിയിലേക്ക് കടക്കുന്നു. കയ്യിലെ പേനാക്കത്തി എടുത്ത് നിൽക്കെ ഇന്നേരത്താണ് അപ്രതീക്ഷിതമായി ബോയെടുത്തി തോക്ക് ചൂണ്ടി അവനെ നിലയ്ക്ക് നിർത്തുന്നതും ഡോണയെ റിലീസാക്കുന്നതും. റാൻഡൽ ഇതിനിടെ വാനിൻ്റെ താക്കോൽ കളഞ്ഞതുകൊണ്ട് ഇരുട്ട് മൂടുന്നതിനെ തുടർന്ന് വേറെ രക്ഷയില്ല അവർക്ക്, ആർവിക്കുള്ളിൽ കയറി കൂടാതെ. തട്ടിക്കൊണ്ട് പോകും മുന്നേ ബസ്സിൽ വെച്ച് നടന്ന തർക്കത്തിൽ ഡോണ റാൻഡലിന് നൽകിയിരുന്ന ടാലിസ്മാൻ തിരികെ എടുത്തിരുന്നു. അതിപ്പോൾ ആർവിയിൽ തൂക്കി റാൻഡലിനെയും തൂക്കി സേഫാകാൻ ശ്രമിക്കുന്നെങ്കിലും കുറേ കഴിയുമ്പോൾ ആ പന്നലൊരു ചെറ്റത്തരം കാട്ടുവാണ്. അവൻ മോൺസ്റ്റർ വരുന്ന തക്കത്തിന് ആർവിയുടെ ഗ്ലാസ് പൊട്ടിച്ച് കടന്ന് പുറത്തേക്ക് ഓടുന്നു. ഇതോടെ മറ്റുള്ളവർക്കും ഡേഞ്ചറായി എല്ലാവരും ഇറങ്ങി ഓടും വഴി ബോയ്ഡ് നേരത്തെ ലഭിച്ച ആ പിത്തരസമില്ലേ അത് പുരട്ടിയ വെടിയുണ്ടകൾ വെച്ച് മോൺസ്റ്റേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വിചാരിച്ച ഫലമില്ലെന്ന് കണ്ട് അവർ വാനിലേക്ക് കയറി ഹോട്ട് വെയർ ഉപയോഗിച്ച് താക്കോലില്ലാതെ സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇവിടെ ബോയ്ഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. മോൺസ്റ്റേഴ്സ് എല്ലാം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇടയ്ക്ക് നടന്ന് അടുത്തേക്ക് വരാതെ നോക്കി അങ്ങനെ നിൽക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു മാറ്റമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പിന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഈ കണ്ട എസ്കേപ്പ് സീനില്ലേ, അതിന് വരാൻ പോകുന്ന 4th സീസണിലും കാണാൻ തയ്യാറായിരുന്നുള്ളൂ, അതും മറ്റൊരു ആംഗിളിലൂടെ. അതെങ്ങനെയും നമുക്ക് വരും സീസണിൽ ക്ലിയർ ആക്കാം. ഇവരങ്ങനെ എളുപ്പത്തിന് കോളനി ഹൗസിലേക്ക് എസ്കേപ്പ് ആകുമ്പോൾ അവിടുത്തെയൊക്കെ അവസ്ഥ ദുരിതമാണ്. ആർക്കും ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഉറങ്ങിയാൽ പൊട്ടിത്തെറിച്ചാലോ? അഡിക്ഷൻ വിത്ഡ്രോവലുള്ള മറിയലിന് ഒട്ടും വയ്യ. അവളുടെ ആ വിഭ്രാന്തിയിൽ ഉറങ്ങാതെ ഇരിക്കുന്നത് വളരെ ചാലഞ്ചിങ് ആണ്. ക്രിസ്റ്റി കുടിക്കാൻ വെള്ളമെടുക്കാൻ പോകുന്ന അഭാവത്തിൽ തളർന്നുപോയ മരിയൽ അറിയാതെ ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ ആയിരക്കണക്കിന് സിക്കാഡ പ്രാണികൾ അവളുടെ വായ്ക്കുള്ളിലേക്ക് എഴിഞ്ഞു കയറി. അവൾ കോമ അവസ്ഥയിലായി. അവളുടെ കണ്ണുകൾ ഭയാനകമാം വിധം വെളുത്ത നിറമായി മാറി. ഒരനക്കവുമില്ലായിരുന്നു കണ്ട് ക്രിസ്റ്റിയും ഓടി വന്നവരും പേടിച്ചെങ്കിലും അവളുടെ വയറനകുന്നു കണ്ട് മരിച്ചിട്ടില്ലെന്നുള്ളൊരു സമാധാനവും. താമസിയാതെ ജിമ്മിൻ്റെ മകൾ ജൂലിയും വീട്ടിൽ ഒരുമിച്ചിരിക്കെ പെട്ടെന്ന് അസഹനീയമായ ഇറിറ്റേഷൻ ഉണ്ടായി. കണ്ണുകളൊക്കെ വെള്ളയായി അതേ അവസ്ഥയിലായി. ടൗണിലെ ഓരോ താമസക്കാരനും ഇതോടെ മരണഭയത്തിൽ. ജൂലിയും മേരിയും അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ കോളനി ഹൗസിൽ ഉറങ്ങിപ്പോകാണ്ടിരിക്കാനായിട്ട് ഒത്തുകൂടിയിട്ടുള്ള സംസാരത്തിൽ എൽജിനില്ലേ, ബസ്സിൽ വന്ന ആ മനോഹര കണ്ണുകളുള്ള പയ്യൻ, അവൻ ഇവിടേക്ക് വരുമ്പോൾ കണ്ട ആ ദുസ്വപ്നത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. വെള്ളക്കുപ്പായമിട്ടൊരു കുട്ടി, അതായത് ബോയ് ഇൻ വൈറ്റ്, ഒരു കവിത പാടുന്നതാണ് അവൻ കണ്ടത്. കെന്നി സ്വപ്നത്തിൽ ഫോണിൽ കേട്ട അതേപോലത്തെ റൈമായിരുന്നു അതെന്ന് നിൽക്കെ ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ബാക്റ്റ. അവർ ഈ കവിത കുട്ടിക്കാലത്ത് തന്നെ മുത്തശ്ശി പാടിത്തരാനുള്ള ഒരു പഴയ താരാട്ടുപാട്ടായിരുന്നു എന്ന് പറഞ്ഞ കവിത മൊത്തത്തിൽ ഒന്ന് ആവർത്തിച്ചു. അവർ തൊടും, അവർ തകർക്കും, അവർ മോഷ്ടിക്കും. നോബഡി ഹിയർ ഇസ് ഫ്രീ. ഇതാ അവർ വരുന്നു, 3 പേർക്കായി അവർ വരുന്നു. ഈ സംഗീതം നീ നിർത്തിയില്ലെങ്കിൽ, അൺലെസ് യു സ്റ്റോപ്പ് ദ മെലഡി. ഈ വരികൾ കേട്ടതോടെ ബോയ്ഡിന് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി. ആ മ്യൂസിക് ബോക്സാണ് എല്ലാ വിപത്തുകളുടെയും ഉറവിടം. അന്ന് മാർട്ടിൻ്റെ കൂടെ നിന്നപ്പോൾ കണ്ടത്. അത് തകർത്താൽ മാത്രമേ അബോധാവസ്ഥയിലെ 3 പേരെയും രക്ഷിക്കാൻ കഴിയൂ എന്നയാൾ ഉറപ്പിച്ചു. പക്ഷെ എങ്ങനെ? അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഡോണ 2 പേരെ കൂട്ടി കാട്ടിലേക്ക് പോയത് ആ നായിൻ്റെ മോൻ ചത്തോ എന്നുള്ളൊരു സ്റ്റൈലിലായിരുന്നു. ആര്? റാൻഡൽ. എന്തായാലും അവരവനെ കണ്ടെത്തി. പക്ഷെ അവനും അബോധാവസ്ഥയിലായിരുന്നു. അവൻ്റെ കണ്ണുകളും വെളുത്ത നിറമായി മാറിയിരുന്നു. കവിതയിൽ പറഞ്ഞ പോലെ 3 പേരെ, മേരി, ജൂലി, റാൻഡൽ, ആ ശക്തികൾ പിടികൂടി കഴിഞ്ഞു. റാൻഡലിനെ പിടിച്ച് പൊക്കാൻ നേരം പെട്ടെന്ന് അവൻ നിലവിളിച്ചു, ബോധമില്ലായിരുന്നെങ്കിൽ കൂടി. വിചിത്രമെന്ന് പറയട്ടെ, മേരിയും ജൂലിയും റാൻഡലിനെ പോലെ തന്നെ ഒരേ സമയം വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ എല്ലാ മനസ്സുകൾ ഒരേ ദുസ്വപ്നത്തിൽ ഏതോ അദൃശ്യ ശക്തിയാൽ പീഡിപ്പിക്കപ്പെടുകയാണെന്ന പോലെയായിരുന്നു ആ കാഴ്ചകൾ ഫീൽ ചെയ്തത്.
പക്ഷേ എന്താ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകാതെ വിഷമിച്ചു. തൻ്റെ മകൾ ജൂലിയെ രക്ഷിക്കാൻ ലൈറ്റ് ഹൗസ് കണ്ടെത്തുകയല്ലാതെ മറ്റു വഴികളിൽ നിന്ന് തബീത്ത വിശ്വസിച്ചു. അങ്ങനെ ജിമ്മിനോട് സംസാരിച്ച് അവളെ ഇറങ്ങി തിരിച്ചത് വിക്ടറിൻ്റെ കൂടെയായിരുന്നു. അവൻ അവളെ കാട്ടിലെ ഒരു ഫാറവേ ട്രീക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അതിൽ കുറേ കുപ്പികൾ തൂക്കിയിട്ടുണ്ടായിരുന്നു, മുന്നേ ബോയ്ഡും സാറേയും കണ്ട പോലെ. പക്ഷേ അത് ഫാറവേ ട്രീ ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഈ ഒരു ബോട്ടിൽ ട്രീയിലേക്ക് കടന്നുപോയ തബീത്ത ചെന്ന് എത്തിയതാകട്ടെ സൂക്ഷ്മം പോലെ ആ വലിയ ലൈറ്റ് ഹൗസിന് മുന്നിലും. അതൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. ടൗണിലാകട്ടെ പതിവില്ലാതെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുന്നത് കണ്ട് തങ്ങളുടെ എല്ലാ സമയം അടുത്തെത്തി എന്നൊരു തോന്നൽ. അതുകൊണ്ട് എല്ലിസും ഫാത്തിമയും വിവാഹിതരാകാൻ തീരുമാനിക്കുകയാണ്. അവരുടെ പ്രണയ സാഫല്യത്തിന് അങ്ങനെ ഡോണയുടെയും ബോയ്ഡിൻ്റെയും സാന്നിധ്യത്തിൽ വെച്ച് പൂർണ്ണത വരുമ്പോൾ ഇരുവരുടെയും പ്രതിജ്ഞ നമ്മൾ സംതിങ് ബാഡിൽ കണ്ട റേച്ചലിനെ നിക്കിയുടെയും പോലല്ല, ഇത് വളരെ മനോഹരമായ സ്പീച്ച്. അതിൽ എല്ലിസ് ഫാത്തിമയെ ഇജൻ്റെ ഇരുട്ടിലെ വെളിച്ചമാണ് മുത്തേ എന്ന് വിശേഷിപ്പിക്കുന്നതും ബോയ്ഡിന് അത് സ്പാർക്കാവുകയാണ്. അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് മിന്നി. ഇരുട്ടത്ത് വെളിച്ചം. എന്തായാലും വിവാഹത്തിന് ശേഷം ആശീർവാദം നൽകി ബോയ്ഡ് ഇത്തിരി പണിയുണ്ടെന്ന് പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടേക്കെന്നോ വിക്ടറിൻ്റെ രഹസ്യ സംഗീതമായ ആ ട്രെയിലർ വാഹനത്തിലേക്ക്. അന്ന് ഡഞ്ചനിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയത് ഇവിടെ അല്ലായിരുന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ തീപ്പന്തം അവിടെ ഉണ്ടായിരുന്നു. അതുമായി ആ റെയൂൺസിലേക്ക് പോകാനാണ് പ്ലാൻ. എന്നാൽ അവിടെ ഒരു അപ്രതീക്ഷിത അറ്റാക്ക്. തൻ്റെ ഭാര്യ പൊട്ടിത്തെറിച്ച് മരിച്ചാൽ പിന്നെ ആ ഭർത്താവ് മാനസിക നില തെറ്റി നടക്കുകയായിരുന്നു. കോളനി ഹൗസിൽ നിന്നും മോട്ടിച്ച തോക്ക് ചൂടിയിരുന്ന അവനെ ബോയ്ഡ് സമ്മാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വെടിവെച്ചു. ഞൊടിയിടയിൽ അവനെ വീഴ്ത്താനായി തിരിച്ചു വെടിവെച്ചെങ്കിലും വൈകാതെ മരണപ്പെട്ടു. ബോയ്ഡ് അങ്ങനെ തോളിൽ വെടിയുണ്ടയും വെച്ച് ആ റൂയിൻസിലേക്ക് എത്തി. അവിടെ വെച്ച് അതിൽ തീ കൊളുത്തിയതും വാവ്, അതാ ഡഞ്ചനിൽ. ഇറ്റ് വർക്ക്ഡ്. എല്ലിസ് മാപ്പിളയ്ക്ക് പെരുത്ത നന്ദി. ബോയ്ഡ് ഇത്തവണ അവിടെ കാണുന്നത് കണ്ണു തെളിക്കുന്ന സംഭവങ്ങളാണ്. അവിടെ ഇതാ മാർട്ടിനെ പോലെ ചങ്ങലയിലായി ബന്ധനസ്ഥരായിരിക്കുകയാണ് ജൂലിയും മരിയലും റാൻഡലും. സംഭവം ഈ 3 പേരുടെ ശരീരം പുറത്താണെങ്കിലും അവരുടെ മൈൻഡ് ഈ ഡഞ്ചൻസിൽ ട്രാപ്ഡ് ആണെന്ന് അയാൾ മനസ്സിലാക്കി. ആ കോലാഹലങ്ങൾക്കിടയിൽ ഭീകരമായ മ്യൂസിക് ബോക്സ് അവിടെ ഇരുന്ന് സംഗീതം പൊഴിക്കുന്ന കണ്ടെത്തി. പിന്നൊട്ട് സമയം കളയാതെ കയ്യിലെ പന്തം കൊണ്ട് മ്യൂസിക് ബോക്സ് അടിച്ചു തകർത്തു. അത്ഭുതമെന്ന് പറയട്ടെ, ടൗണിൽ അനങ്ങാതെ കിടന്ന ആ 3 പേർക്കും ബോധം വരുന്നു. അങ്ങനെ ജൂലിയും മരിയലും റാൻഡലും കണ്ണുകൾ പഴയ നിറത്തിലേക്കായി തിരിച്ചു വരുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന സിക്കാഡയുടെ ചീവീട് പോലുള്ള ശബ്ദങ്ങളും നിലയ്ക്കുന്നു. അങ്ങനെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആശ്വാസകരമായ നിമിഷങ്ങൾ. മകളെ രക്ഷിക്കാൻ പോയ നമ്മുടെ പാവം തബീത്ത എവിടെ? അവർ മുന്നിൽ കണ്ട ലൈറ്റ് ഹൗസിലേക്ക് കയറി പടികൾ താണ്ടി മുകളിലേക്ക് നടക്കുന്നു. സ്വപ്നത്തിൽ കണ്ടുള്ള അതേ ആംബിയൻസിൽ ആങ്കുയി എന്നാരോ മുകളിൽ നിന്ന് പറയുന്ന കേട്ട് ഏറ്റവും മുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ ബോയ് ഇൻ വൈറ്റ് നിൽപ്പുണ്ടായിരുന്നു. അവൻ തബീത്തയോടായി മാപ്പ് പറഞ്ഞു. കാരണം ഇനി ചെയ്യാൻ പോകുന്നത് വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. എന്നിട്ട് തബീത്തയ്ക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ അവരെ ലൈറ്റ് ഹൗസിൻ്റെ ഗ്ലാസ് ജനലിലൂടെ തള്ളി താഴേക്കിടുന്നു. അതിഭീകരമായ മൊമെൻറ്റ്. എന്നാൽ അതിനേക്കാൾ നമ്മൾ ഞെട്ടുന്നത് തൊട്ടടുത്തുള്ള കാഴ്ചയിലാണ്. അതിനു മുമ്പ് 2 കാര്യം. ഒന്ന്, ബോയ്ഡ് ആ മ്യൂസിക് ബോക്സ് തല്ലിപ്പൊട്ടിച്ചതോടെ വീണ്ടും റൂയിൻസിലേക്ക് എത്തി. വെടിയേറ്റ വേനയിൽ നിന്ന് അയാളെ വീണ്ടും ആ ഒരു പട്ടി വന്ന് പിന്തുടരാൻ വേണ്ടി ഓടുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ജെയ്ഡ് തൻ്റെ വിഷൻസിൽ കണ്ട സിംബലിനെ കുറിച്ച് അറിയാൻ ടണലിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരുന്നു. മുന്നേ തബീത്ത വിക്ടറുമായി ടണലിലൂടെ നടക്കവേ അവൾ ഈ സിംബൽ കണ്ടതായി ജെയ്ഡിനോട് പറഞ്ഞേ തുടർന്ന് അതേക്കുറിച്ചുള്ള ക്ലൂവിനെ തുരങ്കത്തിലേക്ക് കയറിയപ്പോൾ അവന് പല ഭീകര വിഷൻസ് ഉണ്ടായി. അതിലൊന്നായിരുന്നു ഒരു പാവ. ടിപ് ടോപ്പ് കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന പോലുള്ള ആ കളിപ്പാവയെ കൂടാതെ കണ്ടത് ഭയാനകമായൊരു ദർശനമായിരുന്നു. ഒരു ഏരിയയിലായി ചെന്ന് നിന്നതും അവിടെ പൊടുന്നതിനെ കുറേ കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു. അതും പാറകളിലായി കിടക്കുവാണ്. മുന്നേ തബീത്ത ടണലിലേക്കുള്ള ഓപ്പണിങ്ങിന് അടുത്ത് നിൽക്കുമ്പോൾ കണ്ട അതേ കുട്ടികളായിരുന്നു അത്. അവർ ആങ്കുയി ആങ്കുയി എന്ന് മുകളിലേക്ക് നോക്കി പറയുന്നത് കണ്ട് ജെയ്ഡ് നോക്കിയപ്പോൾ ഫ്രീസായിപ്പോയി. കാരണം താൻ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ആ സിംബൽ അതായിരുന്നു മുകളിൽ. ടണലിന് മുകളിലെ വൃക്ഷവേരുകളോടുകൂടിയ ഒരാകാശവാതിലായിരുന്നു അത്. ജെയ്ഡിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ എന്താണെന്ന് അയാൾക്കൊന്ന് ചിന്തിക്കാൻ കൂടി കഴിയും മുന്നേ കുട്ടികൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊക്കെ എന്താണെന്നുള്ള ടെറിഫിക് റെവലേഷൻ നമ്മൾ അടുത്ത സീസണിൽ അറിഞ്ഞിരിക്കും. ലൈറ്റ് ഹൗസിൽ നിന്ന് വീണപ്പോൾ അടിച്ച കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിന് ശേഷം തബീത്ത കണ്ണു തുറന്നത് ഒരാശുപത്രി കിടക്കയിലായിരുന്നു. അവളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകളുണ്ടായിരുന്നു. താൻ എവിടെയാണെന്നറിയാതെ പകച്ചു നിന്ന തബീത്തയുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ എത്തി. ഡോക്ടർ ബ്രോഡി. 3 ദിവസം മുമ്പ് കാട്ടിലൂടെ ഹൈക്കിങ്ങിന് പോയ ചില സഞ്ചാരികൾ അവളെ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തി സെയിൻറ്റ് ആൻ്റണീസ് ആശുപത്രിയിൽ എത്തിച്ചതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതെ, ആ ആശുപത്രിയാണിത്. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഓ ജീസസ്. തബീത്ത വിറയ്ക്കുന്ന കൈകളോടെ ആ ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി. അവിടെ കണ്ടത് നഗരത്തിലെ തിരക്കേറിയ റോഡുകളും വാഹനങ്ങളും കടലുമൊക്കെയായിരുന്നു. താൻ ആ നരകത്തിൽ നിന്ന് പുറത്തെത്തിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ തൻ്റെ ഭർത്താവും മക്കളും ഇപ്പോഴും ആ ശാപം പിടിച്ച നഗരത്തിൽ കുടുങ്ങി കിടക്കുകയാണെന്നുള്ള സത്യം അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ആ മരണക്കിണയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴി ആദ്യമായി ഒരാൾ കണ്ടെത്തിയത് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനി ടൗണിലുള്ളവരെ എങ്ങനെ രക്ഷിക്കും? തൻ്റെ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കും എന്ന വലിയ ചോദ്യചിഹ്നത്തോടെ ഈ ഒരു സീസൺ അവസാനിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഈസ് ഫ്രം സീസൺ 3 പ്ലസ് ഒരു ഹാപ്പി ന്യൂസ് കൂടി. ഫ്രമിൻ്റെ സീസൺ 4 വരാൻ എനിക്ക് 5ാം സീസൺ ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ്. സന്തോഷിപ്പിൻ, ആഹ്ലാദിപ്പിൻ. ബട്ട് അത് നമ്മുടെ ഈ സീരീസിൻ്റെ ലാസ്റ്റ് സീസൺ കൂടിയാണ്
എന്നൊരു സീക്വൽ കൂടി ഇருக்கு. അപ്പോൾ പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം ലവ്ലീസ് ഫ്രം എലീസ്.